നമസ്കാരം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ റിഡോക്സ് റിയാക്ഷന്റെ ഫോക്കസ് ഏരിയ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ എന്താണെന്നും റിഡക്ഷൻ എന്താണെന്നും റിഡോക്സ് റിയാക്ഷൻ എന്താണെന്നും ഒക്കെ ആ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം ഓക്സിഡേഷൻ നമ്പർ എന്താണെന്നും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂളുകളും ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ഓരോ എലമെന്റിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. റിഡോക്സ് റിയാക്ഷൻസ് എത്ര ടൈപ്പ് ഉണ്ട് എന്നും എന്തൊക്കെയാണ് എന്താണ് അവയുടെ പ്രത്യേകത എന്നും അവരുടെ എക്സാമ്പിൾസും ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോക്കസ് ഏരിയയിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. ഈ റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ റിഡോക്സ് റിയാക്ഷൻസ് പ്രധാനമായിട്ടും 4 ടൈപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ, രണ്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, മൂന്ന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, 4 ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. So there exist 4 different types of redox reactions: combination reaction, decomposition, displacement and disproportionation reaction. നമുക്ക് ഓരോന്നും എടുത്തു പഠിക്കാം. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചില ആൾക്കാർ കമ്പൈൻ ചെയ്യുന്ന റിയാക്ഷൻ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അതായത് എ എന്ന് പറയുന്ന ഒരു വസ്തുവും ബി എന്ന് പറയുന്ന ഒരു വസ്തുവും കൂടെ ചേർന്നിട്ട് സി എന്ന് പറയുന്ന ഒരു വസ്തു ആവുന്നു എന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ റിയാക്ടന്റ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? എയും ബിയും ആണ്. അപ്പൊ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന 2 റിയാക്ടന്റുകൾ ചേർന്ന് സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയി മാറുകയാണ്. രണ്ടോ രണ്ടിൽ കൂടുതലോ റിയാക്ടന്റുകൾ ചേർന്ന്, ഇവിടെ ഇപ്പൊ 2 റിയാക്ടന്റ് ഉണ്ട്, രണ്ടിൽ കൂടുതലോ റിയാക്ടന്റുകൾ ചേർന്ന് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയി മാറുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, C+O2 gives CO2. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കാരണം ഇവിടെ കാർബണും ഓക്സിജനും 2 റിയാക്ടന്റ് ഉണ്ട്, 2 റിയാക്ടന്റ് ചേർന്ന് ഒറ്റ പ്രൊഡക്റ്റ് ആവും. H2+2H2+O2 gives 2H2O. ഇത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ട്? ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് എന്താവുന്നു? വാട്ടർ ആവുന്നു. ഇനി ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? റിഡോക്സ് റിയാക്ഷൻ ആകാനായിട്ട് ഉള്ള കണ്ടീഷൻ എന്താണ്? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കണം അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ കാർബൺ എന്ന് പറയുന്ന എലമെന്റ് ഒറ്റയ്ക്ക് എഴുതിയിരിക്കുകയല്ലേ? ഒറ്റയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു എലമെന്റ് എലോൺ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. എലമെന്റ് എലോൺ ഹാസ് ആൻ ഓക്സിഡേഷൻ നമ്പർ 0 എന്നാണ്. ഇനി O2, F2, N2, H2, Cl2 തുടങ്ങിയ മോളിക്യൂളുകൾ നമ്മൾ ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഹോമോ ഡയറ്റോമിക് മോളിക്യൂളുകളുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതായത് O2വിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. O2 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. An element alone has an oxidation number of 0. O2, F2, N2, Cl2, Br2 ഇങ്ങനെയുള്ള മോളിക്യൂളിന്റെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇനി ഓക്സിജൻ ഒരു മോളിക്യൂളിന്റെ ഭാഗമായിട്ട് എഴുതുമ്പോൾ ഓക്സിജന്റെ ചാർജ് -2 ആണ്. അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ സെഷനിൽ അത് കാണാത്തവരാ ടോപ്പിക് ഒന്ന് കയറി കാണുക. കാരണം ഓക്സിഡേഷൻ നമ്പറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി കാണുക. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. ഓക്സിജന്റെ ചാർജ് എത്രയാണ്? -2 ആണ്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, കാർബണിന്റെ ചാർജ് കണ്ടുപിടിക്കണം. കാർബണിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു മോളിക്യൂളിന്റെ ആകെ ചാർജ് 0 ആണ്. അപ്പൊ ഓക്സിജൻ -2 ആണ്. ഒരു ഓക്സിജന്റെ ചാർജ് -2 ആണ്. അപ്പൊ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ -2 × 2 എത്രയാണ്? ഓക്സിജന്റെ ആകെ ചാർജ് -4 ആണ്. ഓക്സിജന്റെ ആകെ ചാർജ് -4 ആണ്. അപ്പൊ കാർബണിന്റെ ചാർജ് +4 വന്നാലേ ടോട്ടൽ ചാർജ് എന്താവത്തുള്ളൂ? 0 ആവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, കാർബണിന്റെ ഇവിടുത്തെ ചാർജ് ആരുടെ ലെഫ്റ്റ് സൈഡിലെ ചാർജ് 0 ആണ്. കാർബണിന്റെ ചാർജ് ഇവിടെ +4 ആയി. അതായത് ചാർജ് കൂടിയാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു എന്ന് പറയാം. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമ്മൾ അതിനെ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ ഹിയർ കാർബൺ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ.
ഓക്സിജന്റെ ഇവിടുത്തെ ചാർജ് എത്രയാ? 0 ആണ്. ഓക്സിജന്റെ ഇവിടെ എത്തിയപ്പോൾ ഓക്സിജന്റെ ചാർജ് എത്രയായി? -2 ആയി. സോ ഓക്സിജന്റെ ചാർജ് 0യിൽ നിന്ന് -2ലേക്ക് കുറഞ്ഞു. കുറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. ക്ലിയർ? ഇതേപോലെ നമുക്ക് സെക്കൻഡ് കേസിലും പറയാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഈ പർട്ടിക്കുലർ റിയാക്ഷൻ, അതായത് കാർബൺ ഓക്സിജനുമായി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ കാർബൺ ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ഓക്സിജൻ റിഡക്ഷൻ സംഭവിക്കുന്നു. സോ ഓക്സിഡേഷനും റിഡക്ഷനും ഈ റിയാക്ഷനിൽ ഒരുമിച്ച് നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ആവുന്നു. നോക്കിയേ, H2 0, ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. H2 ഒറ്റയ്ക്ക് എഴുതുന്നു 0. H2 ഒറ്റയ്ക്ക് എഴുതി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 0 കൊടുക്കുക. O2 ഒറ്റയ്ക്ക് എഴുതുന്നു, ഓക്സിഡേഷൻ നമ്പർ 0. H2O, H2Oയിൽ ഹൈഡ്രജൻ ഒറ്റയ്ക്കാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഹൈഡ്രജൻ ഓക്സിജനോട് ചേർത്തല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 0 കൊടുക്കാൻ പറ്റില്ല. പകരം ഹൈഡ്രജന്റെ ചാർജ് ആയിട്ടുള്ള എത്ര കൊടുക്കണം? +1 കൊടുക്കണം. ഓക്സിജന്റെ ചാർജ് നമുക്കറിയാം എത്രയാണ്? -2 ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹൈഡ്രജന്റെ ചാർജ് ഇവിടെ 0 ആയിരുന്നു, ഇവിടെ എത്രയായി? +1 ആയി. അതായത് ചാർജ് കൂടി, 0യിൽ നിന്ന് +1ലേക്ക് കൂടിയാൽ അവിടെ ഹൈഡ്രജൻ എന്ത് നടക്കുന്നു എന്ന് പറയാം? ഓക്സിഡേഷൻ നടക്കുന്നു എന്ന് പറയാം. ഓക്സിജന്റെ ചാർജ് ഇവിടെ 0 ആയിരുന്നു, അത് -2ലേക്ക് മാറി. സോ ഓക്സിജന്റെ ചാർജ് കുറയുന്നു, ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. അതിനെന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു പറയാം. കോമ്പിനേഷൻ റിയാക്ഷൻ ക്ലിയർ ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ രണ്ടോ രണ്ടിൽ കൂടുതലോ റിയാക്ടന്റ് മോളിക്യൂൾ ചേർന്ന് ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ A+BgC എന്ന് പറയുന്ന ഫോർമുലയിൽ എഴുതാൻ കഴിയുന്ന എല്ലാ റിയാക്ഷൻസും കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് റിയാക്ഷൻസ് ആണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡീകമ്പോസ് ചെയ്യും, അതായത് ഒരൊറ്റ ആളെ കാണത്തുള്ളൂ. നേരത്തെ പറഞ്ഞ കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഇപ്പോ എ എന്ന് പറയുന്ന വസ്തു ഡീകമ്പോസ് ചെയ്ത് ബിയും സിയും ആവുന്നു. ഒരൊറ്റ റിയാക്ടന്റേ കാണത്തുള്ളൂ. റിയാക്ടന്റ് ഡീകമ്പോസ് ചെയ്ത് രണ്ടോ രണ്ടിൽ കൂടുതലോ പ്രോഡക്റ്റ് ആയി മാറുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് HCl. ഡീകമ്പോസിഷൻ ഓഫ് HCl ഡീകമ്പോസ് ചെയ്യുന്നു. HCl ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെയാവും? HCl ഡീകമ്പോസ് ചെയ്താൽ 2 HCl മോളിക്യൂൾസ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ H2 മോളിക്യൂളും Cl2 മോളിക്യൂളും ആവും. Hന്റെ ചാർജ് +1, ക്ലോറിന്റെ ചാർജ് -1, H2ന്റെ ചാർജ് 0, Cl2ന്റെ ചാർജ് 0. ക്ലിയർ? ആരുടെ ചാർജ് എവിടെ കൂടുന്നേ? ആരത് കുറയുന്നു? ഹൈഡ്രജന്റെ ചാർജ് +1 ആയിരുന്നു, അത് 0യിലേക്ക് കുറഞ്ഞു. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. അവിടെ ചാർജ് കുറഞ്ഞതുകൊണ്ട് ഹൈഡ്രജന് റിഡക്ഷൻ സംഭവിക്കുകയാണ്. ക്ലോറിൻ ചാർജ് -1 ആയിരുന്നു, ഇവിടെ ക്ലോറിന്റെ ചാർജ് 0 ആയി. ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. സോ ഹിയർ ബോത്ത് ഓക്സിഡേഷൻ and reduction occurs simultaneously and thus the decomposition of HCl. HCl ഡീകമ്പോസ് ചെയ്ത് H2Cl2 ആയി മാറുന്ന ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ ആണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ ആണ്? റിഡോക്സ് റിയാക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവിക ഒരു ഡൗട്ട് വരും, എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻ ആണോ? അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിൽ ഓൾ ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻ ഓർ നോട്ട്? അല്ലെങ്കിൽ ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് ആൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻ. എല്ലാ ഡീകമ്പോസിഷനും റിഡോക്സ് റിയാക്ഷനുകളാണ്. ആ പ്രസ്താവനയെ നിങ്ങൾ എന്താണ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ് പറയേണ്ടത്. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ നിങ്ങൾ കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് അല്ലേ? കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെ ആവും? കാൽഷ്യം ഓക്സൈഡും ആവും, കാർബൺ ഡൈ ഓക്സൈഡും ആവും. അപ്പൊ നോക്കിയേ, ഇതില് ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. എന്തുകൊണ്ട് അതിന് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്? ഇത് A gives B+C. A gives B+C എന്ന് പറയുന്ന ഫോർമുലയിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. കാൽഷ്യത്തിന്റെ ചാർജ് നമുക്ക് നോക്കാം, ഇത് റിഡോക്സ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് എഴുതി നോക്കാം. കാൽഷ്യത്തിന്റെ ചാർജ് എപ്പോഴും +2 ആണ്, അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും +2 ആണ്, Ca2+ എന്നാണ് നമ്മൾ പറയുന്നത്. കാർബണിന്റെ ചാർജ് +4 ആണ്, ഓക്സിജന്റെ ചാർജ് -2 ആണ്. ഇവിടെ കാൽഷ്യത്തിന്റെ ചാർജ് +2 ആണ്, അത് മാറത്തില്ല. ഓക്സിജന്റെ ചാർജ് -2 ആണ്, കാർബണിന്റെ ചാർജ് +4 ആണ്, ഓക്സിജന്റെ ചാർജ് -2 ആണ്. ആരെ ഓക്സിഡേഷൻ നമ്പർ എവിടെ കൂടിയത്? ഇവിടെ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +2, ഇവിടെയും കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +2. ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +4, ഇവിടെയും കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ +4. ഇവിടെ ഓക്സിജന്റെ ചാർജ് -2, ഇവിടെയും ഓക്സിജന്റെ ചാർജ് എത്രയാണ്? -2. ആരെങ്കിലും ഓക്സിഡേഷൻ നമ്പർ കൂടെ കുറയുകയോ ചെയ്തോ? ഇല്ല. ഇവിടെ റിയാക്ടന്റ് സൈഡിലുള്ള ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പറുകൾ തന്നെയാണ് പ്രൊഡക്റ്റ് സൈഡിലും വന്നിരിക്കുന്നത്. എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നുണ്ടോ? ഇല്ല, ഓക്സിഡേഷൻ നടക്കുന്നില്ല. ഓക്സിഡേഷൻ നമ്പർ കൂടിയാലാണ് അവിടെ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ ആരുടെയെങ്കിലും കുറയുന്നുണ്ടോ? ഇല്ല, സോ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നില്ല.
ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡികമ്പോസിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. പക്ഷെ ഇത് എന്തല്ല, റിഡോക്സ് റിയാക്ഷൻ അല്ല. കാരണം ഇവിടെ ഓക്സിഡേഷനും ഇല്ല, റിഡക്ഷനും ഇല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡികമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ നമുക്ക് പറയാം എല്ലാ ഡികമ്പോസിഷൻ റിയാക്ഷനുകളും എന്തല്ല, റിഡോക്സ് റിയാക്ഷനുകളല്ല. ആൾ ഡികമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് കൺസിഡർഡ് ആസ് റിഡോക്സ് റിയാക്ഷൻസ്. ക്ലിയർ ആണ്? ഇനി നമ്മൾ മൂന്നാമത്തെ റിയാക്ഷനിലേക്ക് പോവാണ്. മൂന്നാമത്തെ റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇത് നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താ, ഇപ്പൊ സിങ്ക് റോഡിനെ അവിടെ പഠിക്കുന്നത് എങ്ങനെയാണ്, സിങ്ക് റോഡിനെ കോപ്പർ സൾഫേറ്റിൽ ഇറക്കി വെക്കുന്നു. അപ്പോൾ എന്താ പറ്റുന്നേ, കോപ്പറിനെ മാറ്റിയിട്ട് സിങ്ക് അവിടെ കയറിയിരിക്കും. കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഇളകി വെളിയിൽ കളയും അല്ലേ, കോപ്പറിനെ റിമൂവ് ചെയ്തതിനു ശേഷം അവിടെ സിങ്ക് കയറിയിരിക്കും. അപ്പോൾ SO4 പ്ലസ് Cu ആവില്ലേ. ഇനി ഇതേപോലത്തെ വേറെ റിയാക്ഷൻ കൂടെ പറയാം. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, 2Na + 2H2O gives 2NaOH + H2. ഇവിടെ നിങ്ങൾ നോക്കിയേ, H2OH നമുക്ക് എഴുതിക്കൂടെ, ഈ H2O നമുക്ക് HOH എന്ന് എഴുതിക്കൂടെ, സ്പ്ലിറ്റ് ചെയ്ത്. അതിലെ H മാറി അവിടെ Na വന്നു കഴിഞ്ഞാൽ എന്താവും, HOH എന്നുള്ളത് എന്തായിട്ട് മാറും, NaOH ആവൂലേ. പറഞ്ഞ ക്ലിയർ അല്ലേ? H2O നമുക്ക് HOH എന്ന് എഴുതാം, അതിലെ H-നെ മാറ്റിയിട്ട് Na കയറുമ്പോഴാണ് NaOH ആവുന്നത്. അപ്പൊ അവിടെയും ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ മാറ്റിയിട്ട് വേറൊരാൾ അവിടെ കയറിയിരിക്കും. ആ റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻസ് ഇൻ വിച്ച് എ ലെസ് റിയാക്റ്റീവ് എലമെന്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട് ബൈ അനദർ എലമെന്റ് ഓർ മെറ്റൽ. ഒരു മെറ്റലോ വേറൊരു എലമെന്റോ ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെന്റിനെ മാറ്റിയിട്ട് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദെൻ ഇവിടെ ഈ രണ്ട് റിയാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് രണ്ടും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. കോപ്പറിനെ മാറ്റിയിട്ട് സിങ്ക് അവിടെ കയറിയിരിക്കുന്നു, വാട്ടറിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് സോഡിയം അവിടെ കയറിയിരുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ് ആവുന്നു. ബോത്ത് ആർ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ദെൻ വാട്ട്സ് എ ഡിഫറൻസ്? ഇവിടെ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോപ്പർ ഇസ് എ മെറ്റൽ. മെറ്റലിനെ മാറ്റിയിട്ടല്ലേ വേറൊരാൾ അവിടെ കയറിയിരിക്കുന്നത്. സോ ദിസ് റിയാക്ഷൻ ഈസ് ടേംഡ് ആസ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ റിയാക്ഷനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇനി വാട്ടറിലെ ഹൈഡ്രജനെ മാറ്റിയിട്ട് വേറൊരാൾ അവിടെ കയറിയിരിക്കുന്നു. ഹൈഡ്രജൻ മെറ്റൽ ആണോ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ അല്ലേ. ഒരു നോൺ മെറ്റലിനെ മാറ്റിയിട്ട് വേറൊരാൾ അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും. ഒരു മെറ്റലിനെയാണ് അതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരാൾ കയറിയിരിക്കുന്നത്, ദാറ്റ് വിൽ ബി കാൾഡ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒരു നോൺ മെറ്റലിനെ മാറ്റിയിട്ട് വേറൊരാൾ അവിടെ കയറിയിരിക്കുന്നത്, ദാറ്റ് വിൽ ബി കാൾഡ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി നാലാമത്തെ ടൈപ്പ് റിഡോക്സ് റിയാക്ഷനെ പറ്റി പറയാം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തില് എന്താണ്, ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ? ഇവിടെ ശ്രദ്ധിക്കുക, സിങ്ക് ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, ഓക്സിഡേഷൻ നമ്പർ എത്ര, 0. സിങ്ക് കോമ്പൗണ്ട് ആവുമ്പോൾ സിങ്കിന്റെ ചാർജ് എത്രയാണ്, +2 ആവും. അപ്പൊ സിങ്കിന്റെ ചാർജ് കൂടെയല്ലേ, ഓക്സിഡേഷൻ നമ്പർ കൂടെയല്ലേ. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഓക്സിഡേഷൻ എന്ന് വിളിക്കാം. റിഡോക്സ് റിയാക്ഷനിൽ ഏത് കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാലും യു ഹാവ് ടു സ്റ്റേറ്റ് വിച്ച് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ, വിച്ച് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. നിങ്ങൾ റിഡോക്സ് റിയാക്ഷനിൽ ഏത് സ്റ്റേറ്റ്മെന്റ്, ഏത് ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ഏതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ കോപ്പർ സൾഫേറ്റിൽ കോപ്പറിന്റെ ചാർജ് +2 ആണ്. ഇവിടെ കോപ്പർ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഒരു എലമെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ കോപ്പറിന്റെ 2 ആയിരുന്നു, ഇങ്ങോട്ട് മാറിയപ്പോൾ എത്രയായി, 0 ആയി. ചാർജ് കുറയാണ്, ചാർജ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറയാണ്. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അവിടെ എന്തെന്ന് വിളിക്കാം, നമുക്ക് റിഡക്ഷൻ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ അവിടെ ഏതാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഏതാണ് റിഡക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ നേരെ തിരിച്ചു ചോദിക്കും, വിച്ച് ഇസ് ദ റെഡ്യൂസിങ് ഏജന്റ് ഹിയർ. ഇതിലെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ നടക്കുന്ന സിങ്കിനല്ലേ, അപ്പൊ അവിടത്താണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ കോപ്പറിന് റിഡക്ഷൻ നടക്കില്ല, അപ്പൊ കോപ്പർ ആണ് അവിടുത്തെ ആരെന്ന് പറയുന്നത്, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ അവർ ചോദിക്കാം. ഓക്സിഡേഷൻ നടക്കുന്ന ആര്, റിഡക്ഷൻ നടക്കുന്ന ആര്, ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. ക്ലിയർ? ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓക്കെയാണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കഴിഞ്ഞ് നാലാമത്തെ റിയാക്ഷൻ ആണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ.
ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള റിയാക്ഷൻ ആണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡികമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഫോർമുല H2O2 എന്നാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡികമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. Then why it is called disproportionation reaction? നമുക്ക് നോക്കാം, അതിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഇക്വേഷൻ എഴുതുമ്പോഴേക്ക് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡികമ്പോസ് ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: 2H2O2 gives 2H2O plus O2. ഇവിടെ O2 ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. O2, F2, N2, Cl2 ഇതെല്ലാം ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ്. അതിന്റെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്സിജന്റെ ചാർജ്, സാധാ ചാർജ് -2 ആണ്. ഹൈഡ്രജന്റെ ചാർജ് +1 ആണ്. വാട്ടറിൽ ഹൈഡ്രജന്റെ ചാർജ് +1, ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഇനി ഈ കോമ്പൗണ്ടിന്റെ പേര് ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്നല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡില് ഹൈഡ്രജന്റെ ചാർജ് എന്ന് പറയുന്നത് +1 ആണ്. അത് ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഹൈഡ്രജൻ പെറോക്സൈഡില് ഹൈഡ്രജന്റെ ചാർജ് +1 ആണ്, പക്ഷെ ഓക്സിജന്റെ ചാർജ് -1 ആണ്. ഓക്സിജന്റെ ചാർജ് സാധാരണ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ചാർജ് എന്ന് ഞാൻ പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സാധാരണ -2 ആണ്, പക്ഷെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടില് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2 അല്ല, എത്രയാണ്? -1 ആണ്. ഓർക്കുക, ഓക്സിജന്റെ പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. സൂപ്പർ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്, അവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2 ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇതൊക്കെ എന്താണ് എന്നൊക്കെ, ചാർജ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ താല്പര്യമുള്ളവർ അത് കയറി കാണുക. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയി നിൽക്കുന്നില്ല. ഓക്സിജന്റെ ചാർജ് ഇവിടെ -1 ആണ്, ഇവിടെ ചാർജ് -2 ആണ്. അപ്പോ -1 എന്നുള്ളത് -2 മാറുകയല്ലേ? -1 -2 പോകുന്ന വെച്ചാൽ കുറയുകയല്ലേ? കുറയുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടറായി മാറുമ്പോൾ ഓക്സിജന്റെ ചാർജ് -1 നിന്ന് -2 കുറയുകയും ആ ഓക്സിജൻ അവിടെ റിഡക്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഇനി ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിജൻ ആവുകയല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിജൻ ആവുമ്പോൾ ഓക്സിജന്റെ ചാർജ് ഇവിടെ -1 ആണ്. ഇവിടെ എത്തിയപ്പോൾ ഓക്സിജന്റെ എത്രയായി? 0 ആയി. ചാർജ് കൂടിയോ കുറഞ്ഞോ? -1 എന്നുള്ളത് 0 ആയി. -1 0 ആയി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടി എന്നാണ് അർത്ഥം. കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് വാട്ടർ ആവുമ്പോൾ ഓക്സിജന് റിഡക്ഷൻ നടക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് O2 ആവുമ്പോൾ ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ബാക്കി ഞാൻ പറഞ്ഞ 3 റിയാക്ഷനും ഇപ്പോൾ ഉള്ള റിയാക്ഷൻ നമ്മളെ ഡിഫറൻസ് എന്താ? ഇവിടെ ഓക്സിജന് തന്നെയാണ് റിഡക്ഷനും ഓക്സിഡേഷൻ നടക്കുന്നത്. സെയിം എലമെന്റ് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷനും കാണിച്ചു കഴിഞ്ഞാൽ that process is called disproportionation reaction. അപ്പോൾ ഓർത്തോണം, if the same element is undergoing both oxidation as well as reduction, then that type of reaction is called disproportionation reaction. The best example is in the decomposition of hydrogen peroxide, oxygen is undergoing both oxidation as well as reduction. Then നമുക്കിനി അടുത്തൊരു കാര്യം കൂടെ പറയാം. എല്ലാ എലമെന്റുകളും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിൽ ഓൾ ദ എലമെന്റ്സ് വിൽ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഓർ നോട്ട്? ഉത്തരം എ ബിഗ് നോ എന്നാണ്. എല്ലാ എലമെന്റുകളും എന്ത് കാണിക്കില്ല? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കില്ല. ഫ്ലൂറിൻ എന്ന് പറയുന്ന എലമെന്റ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കില്ല. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വൈ ഫ്ലൂറിൻ ഈസ് നോട്ട് showing any disproportionation reaction? ഫ്ലൂറിൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാത്തതിന് കാരണം എന്ത്? കാരണം ഫ്ലൂറിൻ ഈസ് ദ ഹൈയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. ഫ്ലൂറിൻ എന്ന് പറയുന്ന സാധനം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്. ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ നിങ്ങൾക്ക് അറിയാം, 4.0 ആണ്. ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിലെ എല്ലാ എലമെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലൂറിനാണ് ഏറ്റവും വലിയ വാല്യൂ 4. ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കൂടുതൽ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവാണ്. ബോണ്ടിങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അതായത് റിഡക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവ് ഫ്ലൂറിന് കൂടുതലാണ്. ഫ്ലൂറിന് റിഡക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഓക്സിഡേഷൻ ഒരു കാരണവശാലും ഫ്ലൂറിൻ പങ്കെടുക്കില്ല.
റിഡക്ഷനിൽ പങ്കെടുക്കും. കാരണം അല്ലെങ്കിൽ തന്നെ ഫ്ലൂറിലെ 2 7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഇലക്ട്രോൺ കിട്ടിയ 8 ആവും. അപ്പൊ ഫ്ലൂറിന് എപ്പോഴും ഇലക്ട്രോൺ വാങ്ങിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ 7 എന്നുള്ളത് 8 ആവും. 8 ആയി കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും, സ്റ്റേബിൾ ആവും. അല്ലെ, അഷ്ടകം അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു എലിമെന്റ് സ്റ്റേബിൾ ആവുകയല്ലേ. അപ്പൊ ഫ്ലൂറിന് എപ്പോഴും ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫ്ലൂറിന് ഇലക്ട്രോൺ വാങ്ങിക്കുന്നു വെച്ചാൽ ഇറ്റ് ഈസ് ആൾവേസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. എന്ത് സംഭവിക്കില്ല? ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏർപ്പെടില്ല. ഫ്ലൂറിൻ വിൽ ഓൺലി അണ്ടർഗോ റിഡക്ഷൻ. ഫ്ലൂറിൻ വിൽ നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ പ്രോസസ്. ഫ്ലൂറിൻ എന്ന് പറയുന്ന എലമെന്റ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു കാരണവശാലും ഏർപ്പെടില്ല. ഫ്ലൂറിൻ റിഡക്ഷനിലെ പങ്കെടുക്കൂ, ഓക്സിഡേഷനെ പങ്കെടുക്കില്ല എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ഫ്ലൂർ ഒരു എലമെന്റ് എന്താ ഡിസ്പ്രപ്പോർഷനേഷൻ ഞാൻ പറഞ്ഞേ? ഒരു എലമെന്റ് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞേ? അപ്പൊ ഇവിടെ ഫ്ലൂറിന് ഓക്സിഡേഷൻ നടക്കില്ല, റിഡക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ വിൽ നോട്ട് അണ്ടർഗോ റിഡോക്സ് റിയാക്ഷൻ ഓർ ഫ്ലൂറിൻ വിൽ നോട്ട് അണ്ടർഗോ എന്താണ്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതാണ് ആൻസർ പറയുന്നത്. ഫ്ലൂറിന് ഓക്സിഡേഷനും കൂടെ നടക്കാൻ പറ്റിയിരുന്നു, ഓക്സിഡേഷനും കൂടെ കാണിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, ഓക്സിഡേഷൻ ഇലക്ട്രോൺ കളഞ്ഞ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ് കൂടെ കാണിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വിൽ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയാം. പക്ഷേ ഫ്ലൂറിൻ വിൽ നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ റിഡോക്സ് റിയാക്ഷനിൽ എന്ത് ചെയ്യത്തില്ല? പങ്കെടുക്കത്തില്ല. റിഡോക്സ് റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല എന്ന് പറയാൻ കഴിയില്ല. ഫ്ലൂറിൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനിൽ എന്ത് ചെയ്യത്തില്ല? പങ്കെടുക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വാസം. മാക്സിമം എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വീതം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും ഒരു ദിവസം ഒരു ക്ലാസ് എങ്കിലും ഞാൻ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ അടുത്തൊരു സെക്ഷനുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.